ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വീണ്ടും അല്പം കെമിസ്ട്രി പഠിക്കാം. ഇത് ഒരു മോളിക്യൂളിൻ്റെ മോഡലാണ്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് സെൻട്രൽ കാർബൺ ആറ്റം, ഇത് 3 ഹൈഡ്രജൻ ആറ്റം. സോ ദിസ് ഫോംസ് എ CH3 ഗ്രൂപ്പ് ആൻഡ് CH3 ഗ്രൂപ്പ് അറ്റാച്ച് ടു എ ഹാലജൻ ആറ്റം. ഇതൊരു ക്ലോറിനായിട്ട് വിചാരിക്കുക. സോ ദിസ് ഈസ് ദി മോളിക്കുലർ മോഡൽ ഓഫ് CH3Cl. ഇനി നമുക്ക് പഠിക്കാനുള്ള ഇന്നത്തെ കോൺസെപ്റ്റിൽ ഈ CH3Clന് പകരം നമ്മൾ ഈഥായിൽ ക്ലോറൈഡാണ് എടുക്കുന്നത്. അപ്പോൾ എന്ത് വേണം? CH3CH2Cl വരണം. അപ്പോൾ നമുക്ക് ഒരു CH2 കൂടെ ഇവിടെ അറ്റാച്ച് ചെയ്യാം. ഈ CH2 ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് CH3 CH2. ഇനി ഇവിടെ ഒരു വാലൻസി ഫ്രീ ആണ്, അവിടേക്ക് ക്ലോറിൻ അറ്റാച്ച് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ഈഥായിൽ ക്ലോറൈഡ് CH3CH2Cl. ഇതിൽ നിന്നാണ് നമ്മുടെ ഡിസ്കഷൻ ആരംഭിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം, ഇവിടെ മൊത്തം ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, 5 ഹൈഡ്രജനാണുള്ളത്. ക്ലോറിന് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഈ കാർബണിൻ്റെ പ്രത്യേകതയാണ്. ഈ ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതാണ്. ഈ കാർബൺ മറ്റ് ഒരു കാർബണിൻ്റെ കൂടെ മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. അവിടെ 2 കാർബൺ ഉണ്ട്. സോ ദിസ് കാർബൺ ഈസ് അറ്റാച്ച് ടു ഓൺലി 1 കാർബൺ ആറ്റം. അതുപോലെ തന്നെയാണ് ഈ കാർബൺ ആറ്റവും മറ്റൊരു കാർബൺ ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതും ഒരു പ്രൈമറി കാർബൺ എന്ന് പറയും, ഇതും ഒരു പ്രൈമറി കാർബൺ ആണ്. അപ്പോൾ ഈ പ്രൈമറി കാർബണിൽ ഒന്നിനകത്താണ് Cl അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു പ്രൈമറി ഹാലൈഡാണെന്ന് നമുക്ക് പറയാം. പ്രൈമറി കാർബണിൽ ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോമ്പൗണ്ടാണെന്ന് പറയാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഈ ഹൈഡ്രജൻ മാറ്റിയിട്ട് ഇവിടെ വീണ്ടും ഒരു CH3 ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് വെച്ചോളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു CH3 വന്നിട്ടുണ്ട്, ഇവിടെ മറ്റൊരു CH3 ഉണ്ട്. അങ്ങനെ 2 CH3 പിന്നെ ഒരു ഹൈഡ്രജനേ ഉള്ളൂ. അപ്പം ഈ മോളിക്യൂളിൽ നമുക്ക് ഇതൊരു CH3 ഗ്രൂപ്പ്, ഇവിടെ ഒരു CH3 ഗ്രൂപ്പ്, ദെൻ CHCl. അപ്പോൾ ഇവിടെ ഈ കാർബണിൻ്റെ പ്രത്യേകത എന്താണ്? ദിസ് കാർബൺ ഈസ് നൗ അറ്റാച്ച് ടു 2 അതർ കാർബൺ ആറ്റംസ്. അപ്പോൾ 2 കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തതുകൊണ്ട് ഇതൊരു സെക്കൻഡറി കാർബണായി. അപ്പോൾ ഇതൊരു സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡാണ്. CH3CH2Cl is a primary alkyl halide and here it is CH3 twice CHCl, that is a secondary alkyl halide. ഇനി അടുത്ത പോസിബിലിറ്റി എന്താണ്? ഇവിടെ ഈ ഹൈഡ്രജൻ മാറ്റിയിട്ട് ഇവിടെയും ഒരു CH3 ഗ്രൂപ്പ് വരണം. അപ്പോഴത്തേക്ക് ഏതാണ്ട് ഈ മോളിക്യൂൾ ഈ സ്ക്രീനിൽ നിന്ന് ഔട്ടാവും അല്ലേ? അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇത് സെക്കൻഡറി ആണ്, 2 കാർബണിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ കാർബൺ സെക്കൻഡറി ആണ്. ഇനി ഇത് 3 കാർബൺ, ഇവിടെയും ഒരു കാർബൺ വരുമ്പം ഇതിനെ നമുക്ക് ടെർഷ്യറി ഹാലൈഡ് എന്ന് പറയും. സോ എ കാർബൺ അറ്റാച്ച് ടു 3 അതർ കാർബൺ ആറ്റംസ് ഈസ് കോൾഡ് എ ടെർഷ്യറി ഹാലൈഡ്. അപ്പോൾ ഇവിടെ ഒരു CH3 ആണെങ്കിൽ, ഇനി ഞാൻ ഇതിൻ്റെ സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം മാറ്റിയിട്ട് നമുക്ക് ആ CH3 ഗ്രൂപ്പിനെ ടോട്ടലായിട്ട് ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ പോവാണ്. നമ്മൾ 3 യെല്ലോ ബോൾസ്, ഇതൊരു CH3 ഗ്രൂപ്പ് ടോട്ടലായിട്ട് വിചാരിക്കുക. അപ്പം ഇവിടെ 3 CH3, 3 കാർബൺ, ഇത് 3ഉം CH3 ഗ്രൂപ്പിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. അപ്പം ഈ കാർബൺ അറ്റാച്ച് ടു 3 അതർ കാർബൺ ആറ്റംസ്, അതുകൊണ്ട് ഇതൊരു ടെർഷ്യറി ഹാലൈഡാണ്. അപ്പോൾ ഈ ടെർഷ്യറി ഹാലൈഡും സെക്കൻഡറി ഹാലൈഡും പ്രൈമറി ഹാലൈഡും എങ്ങനെ റിയാക്ടിവിറ്റിയിൽ വ്യത്യാസപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. അതായത് ക്ലോറിൻ ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രോ നെഗറ്റീവാണ്. ഇലക്ട്രോ നെഗറ്റീവ് ആകുമ്പം തീർച്ചയായിട്ടും കാർബണും ക്ലോറിനും തമ്മിൽ ഒരു ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടാകും. അതുകൊണ്ട് ക്ലോറിൻ എപ്പോഴും നെഗറ്റീവ് ആകാനുള്ള ടെൻഡൻസിയാണ്. അപ്പോൾ ഇതിൽ ഒരു ഹെട്രോലിറ്റിക് ഫിഷനാണ്. ഹെട്രോലിറ്റിക് ഫിഷൻ എന്ന് പറയുമ്പം ഈ ബോണ്ടിങ് ഇലക്ട്രോൺസിനെ കൊണ്ട് ക്ലോറിൻ അങ്ങ് പോകാം. അപ്പോൾ Cl മൈനസ് ആയിട്ട് വരികയും ഈ കാർബണിൻ്റെ ഒരു ഇലക്ട്രോണും ഈ ക്ലോറിൻ്റെ ഒരു ഇലക്ട്രോണും ഉപയോഗിച്ച് ഒരു 2 ഇലക്ട്രോൺ ബോണ്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ഹെട്രോലിറ്റിക് ഫിഷൻ നടക്കുമ്പോൾ ഈ 2 കാർബണിൻ്റെ ഒരു ഇലക്ട്രോൺ ഉൾപ്പെടെ ക്ലോറിൻ അങ്ങ് എടുക്കുകയാണ്. അങ്ങനെ ക്ലോറിൻ Cl മൈനസ് ആകും. അപ്പോൾ കാർബൺ അവിടെ ഒരു ഇലക്ട്രോൺ കുറവായതുകൊണ്ട് ഇതൊരു C+ ആണ്. ഈ വാലൻസി ഇവിടെ കാണിച്ചിട്ടില്ലെങ്കിൽ ഇതൊരു C+ ആണ്.
സോ ദിസ് ഈസ് എ ടേർഷ്യറി കാർബോണിയം അയോൺ. ഇതിനെ നമ്മൾ പറയുന്നത് കാർബോ കാറ്റയോൺ. ഈ കാർബൺ അറ്റാച്ച് ടു 3 അതർ കാർബൺ. നേരത്തെ പറഞ്ഞ പോലെ ഇത് CH3 ഗ്രൂപ്പ് ആണെങ്കിൽ ഇത് മൂന്ന് കാർബണാണ്. സോ ദിസ് ഈസ് എ ടേർഷ്യറി കാർബോ കാറ്റയോൺ. അപ്പോൾ സെക്കൻഡറി കാർബോ കാറ്റയോൺ എങ്ങനെ വരും? ഇത് മാറിയിട്ട് ഇവിടെ ഒരു ഹൈഡ്രജൻ ആയിരിക്കും. സോ കാർബൺ അറ്റാച്ച് ടു 2 അതർ കാർബൺ. സോ ദാറ്റ് വിൽ ബി എ സെക്കൻഡറി കാർബോ കാറ്റയോൺ. ഇനി പ്രൈമറി കാർബോ കാറ്റയോൺ ആണെങ്കിലോ ഇവിടെ ഒരു കാർബൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 3 കേസാണ് നമ്മളിന്ന് നോക്കുന്നത്. പ്രൈമറി കാർബോ കാറ്റയോൺ, ദെൻ സെക്കൻഡറി കാർബോ കാറ്റയോൺ, ആൻഡ് ലാസ്റ്റ്ലി ടേർഷ്യറി കാർബോ കാറ്റയോൺ. അപ്പം ഈ ടേർഷ്യറി കാർബോ കാറ്റയോണിലും പ്രൈമറിയിൽ നിന്നും സെക്കൻഡറിയിൽ നിന്നും ഹാലജൻ ഡിറ്റാച്ച് ചെയ്തിട്ട് വരുമ്പം ഇതൊരു C+ ആയിട്ട് മാറുകയാണ്. ഇതിനെയാണ് കാർബോ കാറ്റയോൺ. ഇനി നമ്മൾ ഈ 3 കാർബോ കാറ്റയോൺസിൻ്റെയും റിയാക്ടിവിറ്റിയാണ് നോക്കുന്നത്. അതിൻ്റെ സ്റ്റെബിലിറ്റി, ഈ കാർബോ കാറ്റയോൺ ഇതിലേതാണ്, പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടേർഷ്യറി ആണോ കൂടുതൽ സ്റ്റേബിൾ, എന്തുകൊണ്ട്, പിന്നെ അതിൻ്റെ റിയാക്ടിവിറ്റി, ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തിയറി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഈ മോഡലിലേക്ക് വരാം. ഇവിടെ നമ്മൾ കണ്ട 3 മോഡൽ, നമുക്കൊരു കാർബോ കാറ്റയോണ് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ മോളിക്യൂൾ നമ്മൾ എടുത്തത് CH3 CH2 Cl ആണ്. ഇത് പ്രൈമറി കാർബണാണ്. അതിനകത്ത് പോസിറ്റീവ് ചാർജ് വരുമ്പോൾ അത് പ്രൈമറി കാർബോ കാറ്റയോൺ അല്ലെങ്കിൽ പ്രൈമറി കാർബോണിയം അയോൺ എന്ന് പറയും. അതിൻ്റെ അയണൈസേഷനിൽ നമുക്ക് CH3 CH2 പ്ലസ് Cl മൈനസ്, കാർബൺ പോസിറ്റീവ്. രണ്ടാമത്തെ കേസ്, ഇതിലെ ഒരു ഹൈഡ്രജനും കൂടെ മാറി CH3 വന്നാൽ CH3 ട്വൈസ് CHCl. അതിൻ്റെ അയണൈസേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് CH3 ട്വൈസ് CH, ആ കാർബൺ ക്യാരിയിങ് പോസിറ്റീവ് ചാർജ്, പ്ലസ് Cl മൈനസ്. തേർഡ് വൺ എന്ന് പറയുന്നത് CH3 ത്രൈസ്, ഈ H മാറിയിട്ടാണ് ഒരു CH3 വന്നത്, അതുകൊണ്ട് അത് CCl ആയി മാറി. സോ CH3 ത്രൈസ് C പ്ലസ് Cl മൈനസ്. സോ ദിസ് ഈസ് പ്രൈമറി കാർബോ കാറ്റയോൺ. This is secondary carbon attached to 2 other carbons. Then this is tertiary carbocation. Primary നമ്മൾ primary, secondary, tertiary ഇങ്ങനെയാണ് ഇനി റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ റിയാക്ഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ റിയാക്ടിവിറ്റി, അതല്ലെങ്കിൽ ഈ കാർബോണിയം അയോൺസിൻ്റെ സ്റ്റെബിലിറ്റി, നമ്മൾ നേരത്തെ കണ്ട ഈ ഹാലജൻ ഡിറ്റാച്ച് ചെയ്തിട്ട് വരുന്ന കാർബോ കാറ്റയോൺ, അത് 3 കാർബൺ 3 CH3 വരുമ്പോൾ ടെർഷ്യറി കാർബോണിയം അയോൺ, 2 എണ്ണം വരുമ്പോൾ സെക്കൻഡറി, 1 എണ്ണം വരുമ്പോൾ പ്രൈമറി. ഇതിൻ്റെ സ്റ്റെബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഈ കാർബോ കാറ്റയോൺ എങ്ങനെ സ്റ്റേബിൾ ആകും. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഈ CH3 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, ഈ CH3ക്കകത്ത് നിങ്ങൾ നേരത്തെ ആദ്യം കണ്ടതുപോലെ ഓരോ CH3യിലും 3 ഹൈഡ്രജൻ ആറ്റമാണ് അവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഈ കാർബണിലുണ്ടാകുന്ന പോസിറ്റീവ് ചാർജ്, ആ പോസിറ്റീവ് ചാർജിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യണം, ഒന്ന് ബാലൻസ് ചെയ്യണമെങ്കിൽ ഈ ഹൈഡ്രജൻ ആറ്റംസ് ഒരു നോ ബോണ്ട് റെസൊണൻസ്, അതായത് ഈ പോസിറ്റീവ് ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ബോണ്ട് ഇല്ലാത്തൊരവസ്ഥ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഈ ബോണ്ട് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ കാർബണും കൂടെ അതിൻ്റെ ബാലൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്ന ഒരു കണ്ടീഷൻ, അതിനെയാണ് നമ്മൾ ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പഠിച്ചിട്ടുള്ളത്. അങ്ങനെ 3 പ്രാവശ്യം ഇവിടെ നോ ബോണ്ട് റെസൊണൻസ് വഴി ഇവിടെ ഒരു കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടായിട്ട് ഈ കാർബണിൻ്റെ പോസിറ്റീവ് ചാർജിനെ ബാലൻസ് ചെയ്യാൻ ഒരു CH3ക്ക് കഴിയും. അപ്പം ഒരു ഹൈപ്പർ കോൺജുഗേറ്റീവ് ഇഫക്റ്റ് കൊണ്ട് ദിസ് കാർബോണിയം അയോൺ ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് എ CH3 ഗ്രൂപ്പ് അറ്റാച്ച് ടു ദി കാർബോണിയം അയോൺ. അതാണ് ഹൈപ്പർ കോൺജുഗേഷൻ. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഇവിടെ ഒരു CH3 ഉള്ളതിനേക്കാളും ഇരട്ടിയായിരിക്കും. ഇവിടെ 3 നോൺ ബോണ്ട് റെസൊണൻസ് വരുവാണെങ്കിൽ, സെക്കൻഡറി കാർബണിലാണെങ്കിൽ 3+3 6 നോ ബോണ്ട് റെസൊണൻസ് വരും. അതുപോലെ ടെർഷ്യറി കാർബോണിയം ആണെങ്കിൽ വീണ്ടും ഒരു 3 നോ ബോണ്ട് റെസൊണൻസ് വരും. അങ്ങനെ 9 റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ്, 9 നോ ബോണ്ട് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വന്നിട്ടാണ് കാർബോണിയം അയോണെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെർഷ്യറി കാർബോണിയം അയോണാണ്
ഏറ്റവും കൂടുതൽ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. സോ നമുക്കിങ്ങനെ എളുപ്പത്തിൽ എഴുതാം, ടേർഷ്യറി കാർബോണിയം അയോൺ ഈസ് the most stable one, then comes secondary, then comes primary. So the stability decreases in this order. Tertiary carbonium ion is more stabilized than secondary, which is more stabilized than primary carbonium ion. അപ്പോൾ ഒരു റിയാക്ഷനിൽ ഈ ഹാലജൻ ഡിറ്റാച്ച് ചെയ്ത മീഡിയത്തിൻ്റെ പ്രസൻസ് കൊണ്ട് അല്ലെങ്കിൽ റിയാക്ഷൻ കണ്ടീഷൻസിൻ്റെ ഇഫക്റ്റ് കൊണ്ട് ഹാലജൻ അവിടുന്ന് ഹാലൈഡായിട്ട് ഡിറ്റാച്ച് ചെയ്ത് കിട്ടുന്ന കാർബോണിയം അയോണ് സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കുന്നത് ഇവിടെ നമുക്ക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പോസിറ്റീവ് സെൻറ്ററാണ്. പോസിറ്റീവ് സെൻറ്ററിലേക്ക് എപ്പോഴും വരുന്നത് ഒരു നെഗറ്റീവ് സ്പീഷീസ് ആയിരിക്കും. അതുകൊണ്ടാണ് ന്യൂക്ലിയസ് ലവിങ് എന്ന അർത്ഥത്തിൽ NU എന്ന് എഴുതുന്നത്, നമ്മൾ ന്യൂക്ലിയോഫൈൽ NU മൈനസ്. ഇപ്പം നമ്മളിവിടെ എടുക്കുന്ന ന്യൂക്ലിയോഫൈൽ OH- ആണ്, ഹൈഡ്രോക്സൈഡ് അയോണാണ് നമ്മുടെ ന്യൂക്ലിയോഫൈലെങ്കിൽ ഈ റിയാക്ഷനിൽ ഈ കോമ്പൗണ്ടിലുള്ള ഹാലജൻ ആറ്റം ഡിറ്റാച്ച് ചെയ്തിട്ട് പകരം ഒരു ഓക്സിജൻ ആറ്റം അവിടേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജൻ വരുമ്പം ഓക്സിജനും അതിൻ്റെ ഇലക്ട്രോണും കൊണ്ടാണ് വരേണ്ടത്, ഒരു ഇലക്ട്രോൺ പെയറുമായിട്ടാണ് ഓക്സിജനും അവിടേക്ക് വരേണ്ടത്. അപ്പോൾ Cl- കോമ്പൗണ്ടിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് പകരം ഒരു OH- വരും. അപ്പം ഈ Cl- നെഗറ്റീവാണ്, OH നെഗറ്റീവാണ്. അപ്പോൾ രണ്ടുപേരും ഒരേ സ്ഥലത്ത് നിന്ന് വരാൻ പറ്റില്ല, രണ്ട് സൈഡിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ ടേർഷ്യറി കാർബോണിയം അയോണിൻ്റെ കേസിൽ ഒരു പ്രശ്നമില്ല. ടേർഷ്യറി കാർബോണിയം അയോൺ സ്റ്റെബിലൈസ് ചെയ്തിട്ട് ഏത് വഴിക്കൂടെയും OH സ്വീകരിക്കാനായിട്ട് റെഡിയാണ്. അതുകൊണ്ട് ടേർഷ്യറി കാർബോണിയം അയോണിൻ്റെ OH അറ്റാക്ക്, ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് എന്ന് പറയുന്നത് ഈസി ആയിരിക്കും. അതേസമയം പ്രൈമറി കാർബോണിയം അയോണാണ് ഇവിടെ ലെസ് സ്റ്റേബിൾ. അതുകൊണ്ട് ഈ Cl- ഡിറ്റാച്ച് ചെയ്യുന്നതോടൊപ്പം OH- അതർ സൈഡിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നത്. കാരണം രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് സെയിം സൈഡിൽ നിന്ന് വരാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സെൻട്രൽ കാർബണാറ്റം ഏതാണോ ആ കാർബണാറ്റത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് Cl- ഡിറ്റാച്ച് ചെയ്യുമ്പോൾ മറ്റേ സൈഡിൽ നിന്ന് OH- അറ്റാച്ച് ചെയ്യും. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ ഈ ഹാലജൻ ഡിറ്റാച്ച് ചെയ്യുന്നതോടൊപ്പം H- Cl- നെഗറ്റീവ് ആയതുകൊണ്ട് OH- അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കൂടെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ആ സമയത്ത് എന്ത് സംഭവിക്കും വെച്ചാൽ ഇവിടെ ഓൾറെഡി 2 ഹൈഡ്രജനും ഉണ്ട്, ഒരു CH3 ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ ഈ 3 ഗ്രൂപ്പുകളും ഒരു പ്ലെയിനിൽ ഏതാണ്ട് ഒരു പ്ലെയിനിലേക്ക് വരികയും നമ്മുടെ ലീവിങ് ഗ്രൂപ്പ്, നമ്മൾ ക്ലോറൈഡിനെ നമ്മൾ പറയുന്നത് ലീവിങ് ഗ്രൂപ്പാണ്. ക്ലോറൈഡ് അവിടുന്ന് ഡിറ്റാച്ച് ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെ ക്ലോറൈഡ് ഡിറ്റാച്ച് ചെയ്യുന്നു, OH അവിടെ അപ്രോച്ച് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ, ഇങ്ങനെ വയ്ക്കാം നമുക്ക്, ദിസ് ഈസ് ദ ലീവിങ് ഗ്രൂപ്പ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്ലെയിനിലാണ് ഇരിക്കുന്നത്, ഇങ്ങനെ ഒരു പ്ലെയിനിലാണ് ഈ 3 ആറ്റവും വരുന്നത്. ഇത് ബൾക്കി CH3 ഗ്രൂപ്പാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ക്ലോറൈഡ് ലീവ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ ലീവിങ് ഗ്രൂപ്പ്, ദിസ് ഈസ് ദി അപ്രോച്ചിങ് ഇൻകമിങ് ഗ്രൂപ്പ്. OH- is the incoming group. So the leaving group begins to leave the carbon atom and the incoming group closely gets attached to the carbon atom. അപ്പോൾ there is a stage. ഇതെന്ന് പറയുന്നത് ഇതെല്ലാം നോർമൽ ബോണ്ട്സ് ആണ്. ഇവിടെ ഒരു പാർഷ്യൽ ബോണ്ട് ക്യാരക്ടറാണ്. അതായത് ഇത് ഇവിടുന്ന് പോവുകയും ഇതിങ്ങോട്ട് വരികയും ചെയ്ത് രണ്ടും കൂടെ ചേർന്നൊരു ബോണ്ടിൻ്റെ ഇഫക്റ്റ് കിട്ടും. പക്ഷേ അറ്റ് ദാറ്റ് മൊമെൻറ്റ് ദിസ് കാർബൺ ഈസ് പെൻറ്റാവാലൻറ്റ്. ഈ കാർബണിന് 5 കോർഡിനേഷനുണ്ട്, 5 ഗ്രൂപ്പ് അതിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇതെന്ന് പറയുന്നത് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറ്റ്, ഒരു ട്രാൻസിയൻ്റ്, ഒരു ഷോർട്ട് ലിവിങ് മൊമെൻ്ററി എക്സിസ്റ്റൻസ് ആണുള്ളത്. അതിനെയാണ് നമ്മൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ഈ റിയാക്ഷനിൽ നമുക്ക് എന്തൊക്കെ വേണം? നമ്മുടെ റിയാക്റ്റിംഗ് മോളിക്യൂൾ ടോട്ടലായിട്ട് വേണം, ഇൻകമിങ് ഗ്രൂപ്പും വേണം. ഇതെല്ലാം ഒരേ സമയത്ത് ഇവിടെ ഉണ്ടായിരിക്കണം. അപ്പം ഇത്രയും പോർഷനാണ് നമ്മുടെ റിയാക്റ്റൻ്റ് മോളിക്യൂൾ. ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ റിയാക്റ്റൻ്റ് മോളിക്യൂൾ. റിയാക്റ്റൻറ്റും അതുപോലെ തന്നെ ഇൻകമിങ് ഗ്രൂപ്പും ഇത് ഒരുമിച്ചുണ്ടാകുന്നതുകൊണ്ട് ഇതൊരു ബൈ മോളിക്കുലർ റിയാക്ഷനാണ്, 2 മോളിക്കുലുള്ള റിയാക്ഷനാണ്. അതുകൊണ്ടാണ് ഇതിനെ SN2 സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈ മോളിക്കുലർ, 2 മോളിക്യൂൾ ഇൻവോൾവ് ആയിട്ടുള്ള ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അതാണ് SN2 റിയാക്ഷൻ.
പക്ഷേ ഈ റിയാക്ഷൻ്റെ റേറ്റ് ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യാൻ എടുക്കുന്ന കാലതാമസമാണ് ആ റിയാക്ഷൻ്റെ റേറ്റിനെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ്റർമീഡിയറ്റ് ഫോമേഷൻ സ്റ്റെപ്പാണ് അതിൻ്റെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ഇതുണ്ടായിക്കഴിഞ്ഞാൽ OH ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യുകയും Cl ബോണ്ട് ഡിറ്റാച്ച് ചെയ്യുകയും ചെയ്ത് കോമ്പൗണ്ട് ഫോം ചെയ്യും, ഡിപ്പെൻഡിങ് ഓൺ ദ മീഡിയം ഓഫ് റിയാക്ഷൻ. ഇവിടെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ജോമെട്രിയെക്കുറിച്ചും കൂടെ ഞാൻ പറയുകയാണ്. ഇവിടെ നമുക്ക് കാണുന്ന ഒറിജിനൽ കോമ്പൗണ്ടിൽ ഈ 3 ബോണ്ടുകളും ഈ ഒരു റെഗുലർ ടെട്രാഹെഡ്രൻ്റെ ഒരു ട്രയാങ്കുലർ ഫാഷനിലിരിക്കുകയാണ്. ഇതാണ് ഇവിടെ ഇങ്ങനെയാണ് നമ്മുടെ ഡിറ്റാച്ചിങ് അല്ലെങ്കിൽ ലീവിങ് ക്ലോറൈഡ് ഗ്രൂപ്പ് ഇരിക്കുന്നത്. ഇനി തിരിച്ച് വരുമ്പോൾ ഈ OH വരുന്ന ഉടനെ ഈ ബോണ്ടുകൾ, അപ്പോൾ ടെട്രാഹെഡ്രൽ ഷേപ്പിൽ തന്നെ വരുമ്പോൾ OH ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോഴത്തേക്ക് ഈ ബോണ്ട് ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം തിരിഞ്ഞ് വരും. എന്നാലല്ലേ 109 ഡിഗ്രി 28 മിനിറ്റ് എന്നുള്ള ആ ഒരു ബോണ്ട് ടെട്രാഹെഡ്രൽ ബോണ്ട് ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് ഈ ഷേപ്പിലാകും. അപ്പോൾ ഒറിജിനലി മോളിക്യൂളിൻ്റെ ഷേപ്പ് ഇതായിരുന്നെങ്കിൽ ഇപ്പോൾ മോളിക്യൂളിൻ്റെ ഷേപ്പ് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ അത് തിരിച്ചാണ് വരുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ കോൺഫിഗറേഷൻ ഇൻവേർഷൻ എന്നാണ് പറയുക. അപ്പോൾ SN2 റിയാക്ഷനിൽ ഈ മോളിക്യൂളിൻ്റെ കോൺഫിഗറേഷൻ തന്നെ ഇൻവേർട്ടഡ് ആകുകയാണ്, അതിൻ്റെ സ്ട്രക്ചർ ജോമെട്രി തന്നെ ഇൻവേർട്ടഡ് ആകുകയാണ്. അപ്പോൾ കോൺഫിഗറേഷൻ ഇൻവേർഷനുണ്ട്. അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈ മോളിക്കുലർ, അത് റിയാക്റ്റൻ മോളിക്യൂളും ഇൻകമിങ് ഗ്രൂപ്പും ഒരേ സമയം ആവശ്യമായി വരുന്നതാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അപ്പോൾ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പിൽ 2 മോളിക്യൂൾ ഇൻവോൾവ് ആയതുകൊണ്ട് അത് ബൈമോളിക്കുലർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ ടെർഷ്യറി കാർബോണിയം അയോൺ ഫോമേഷനിൽ ഇവിടെ ഈ 3 CH3 ഗ്രൂപ്പ്, നേരത്തെ 3 CH3 ഗ്രൂപ്പ്, ഈ CH3 ഗ്രൂപ്പ് 3ഉം കൂടെ ഹൈപ്പർ കോഞ്ചുഗേഷൻ കൊണ്ട് ഇതിനെ അങ്ങ് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതവിടെ ഫ്രീ ആയിട്ട് പാട്ടും പാടി നടക്കുകയാണ് അല്ലേ. അപ്പോൾ ഇനി ഏത് ഗ്രൂപ്പ് ഇതിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിനെ ഏത് രീതിയിലും സ്റ്റെബിലൈസ് ചെയ്യാം, സ്റ്റേബിളാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കാർബോ കാറ്റയോണിൻ്റെ ഫോമേഷനാണ് ഇവിടെ സ്ലോ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ കാർബോ കാറ്റയോൺ ഫോം ചെയ്ത്, അതായത് ഈ ക്ലോറൈഡ് ഇവിടുന്ന് ലീവ് ചെയ്ത് കാർബോ കാറ്റയോൺ ഫോം ചെയ്യുന്ന പ്രോസസ്സ് ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷേ അത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന കാര്യം ഈ CH3 ഗ്രൂപ്പുകൾ ഏറ്റെടുക്കും. അപ്പോൾ വൺസ് കാർബോണിയം അയോൺ ഈസ് ഫോംഡ്, the CH3 can stabilize the carbonium ion, but the formation of this carbonium ion is the slowest step. That is the first step, and that is the rate determining step. Once the carbonium ion is formed, the OH minus will attach to this and you get the retention of configuration. ഇതാണ് SN1 റിയാക്ഷൻ എന്ന് പറയുന്നത്. കാരണം ഇവിടെ ആദ്യത്തെ കാർബോണിയം അയോൺ ഫോം ചെയ്യാനായിട്ട് ഒരു റിയാക്റ്റൻ മോളിക്യൂളിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഈ റിയാക്റ്റൻ മോളിക്യൂൾ മാത്രം അയണൈസ് ചെയ്യുന്ന സിംഗിൾ മോളിക്യൂൾ ഇൻവോൾവ് ആയിട്ടുള്ള സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ് ഇവിടുത്തെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അതുകൊണ്ട് SN1 റിയാക്ഷൻ എന്ന് പറയുന്നത് മോണോമോളിക്കുലാർ അല്ലെങ്കിൽ യൂണിമോളിക്കുലാർ റിയാക്ഷൻ എന്നാണ് പറയുന്നത്, SN1. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരും, അതായത് 2 കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണാണ് സെൻട്രൽ കാർബൺ എങ്കിൽ, ദറ്റ് ഈസ് എ സെക്കൻഡറി കാർബൺ. സെക്കൻഡറി കാർബണിന് ഈ 2 ചാൻസുമുണ്ട്. കാർബോ കാറ്റയോൺ അയണൈസ് ചെയ്ത് കാർബോ കാറ്റയോൺ ഈ ബൾക്കി ഗ്രൂപ്പിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് ഈസി ആയിട്ട് വേണമെങ്കിൽ കാർബോ കാറ്റയോൺ ഫോം ചെയ്തിട്ട് ഒരു SN1 മെക്കാനിസത്തിലൂടെ നമുക്ക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാം. അതല്ലെങ്കിൽ ഒരു ബൈമോളിക്കുലർ മെക്കാനിസത്തിലൂടെ ഒരു ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷനിലൂടെ നമുക്ക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാം. ഈക്വൽ പ്രോബബിലിറ്റിയാണ് SN1നും SN2നും. അതേസമയം പ്രൈമറി ആൽക്കൈൽ ഹാലൈഡിന് SN2 റിയാക്ഷനും ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡിന് SN1 റിയാക്ഷനുമാണ് മോസ്റ്റ് കോമൺ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. ഓക്കെ, ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്യാം. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് 2 types, SN1 and SN2. സബ്സ്റ്റിറ്റ്യൂഷൻ സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് ന്യൂക്ലിയോഫിലിക് വരുന്നത്. അത് യൂണിമോളിക്കുലാർ ബൈമോളിക്കുലാർ. യൂണിമോളിക്കുലാർ എന്ന് പറഞ്ഞാൽ അത് 2 സ്റ്റെപ്പാണ്, 2 സ്റ്റെപ്പ് റിയാക്ഷൻ. SN2 ബൈമോളിക്കുലാർ റിയാക്ഷൻ എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റെപ്പാണ് റിയാക്ഷൻ വരുന്നത്. ഇനി നമ്മൾ നോക്കേണ്ട
സിംഗിൾ സ്റ്റെപ്പിലെന്ന് പറയുമ്പം 2 മോളിക്യൂൾ വരണം. 2 മോളിക്യൂൾ വരുമ്പം അത് പ്രൈമറിയുടെയാണ്. പ്രൈമറി ആൽക്കൈൽ ഹാലൈഡാണ് ഈ റിയാക്ഷൻ നൽകുന്നത്. ഇവിടെ സിംഗിൾ സ്റ്റെപ്പിലെന്ന് പറയുമ്പോഴത്തേക്ക് റേറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി കോൺസെൻട്രേഷൻ ഓഫ് ഓൺലി 1 മോളിക്യൂൾ. സബ്സ്ട്രേറ്റ് മോളിക്യൂളിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇവിടെയാണെങ്കിൽ റേറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ആസ് വെൽ ആസ് ദി ന്യൂക്ലിയോഫൈൽ. രണ്ടിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പം ബൈമോളിക്കുലർ സ്പീഷീസ് അല്ലെങ്കിൽ 2 മോളിക്യൂളിൻ്റെയും കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്താണ് റേറ്റ് വരുന്നത്. ഇവിടെ സബ്സ്ട്രേറ്റിൻ്റെ മാത്രം കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത് യൂണിമോളിക്കുലർ എന്ന് പറഞ്ഞത്, ഇത് ബൈമോളിക്കുലർ എന്ന് പറഞ്ഞത്. ഇത് 2 സ്റ്റെപ്പ് റിയാക്ഷൻ ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് കാർബോകാറ്റയോൺ C+ അയോൺ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തത് അറ്റാക്ക് ഓഫ് ദ ന്യൂക്ലിയോഫൈൽ അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് ഓഫ് ദി ന്യൂക്ലിയോഫിലിൻ്റെ അറ്റാക്ക്. ഇതാണ് സ്ലോ സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പാണ് അവിടെ സ്ലോ സ്റ്റെപ്പ്. ഇത് വെരി ഫാസ്റ്റ്, ഇത് അറ്റാക്ക് ചെയ്യാൻ. ഇവിടെ ഇൻ്റർമീഡിയറ്റ് ഫോർമേഷൻ ഒറ്റ സ്റ്റെപ്പാണ്. അതെന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോർമേഷൻ. ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്തിട്ട് ഇൻ്റർമീഡിയറ്റ് അങ്ങ് ഡീകമ്പോസ് ചെയ്യുകയാണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫോർമേഷനിൽ നമുക്ക് ഒരു 5 കോർഡിനേറ്റ് ട്രാൻസിഷൻ സ്റ്റേറ്റ് അവിടെ ഫോം ചെയ്യും. ട്രാൻസിഷൻ സ്റ്റേറ്റ് അൺസ്റ്റേബിൾ ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ന് പറയുന്നത് സ്റ്റേബിൾ കാർബോണിയം അയോൺ ഫോം. ഇവിടെ സ്റ്റേബിൾ കാർബോണിയം അയോൺ ഫോം ചെയ്യുന്നു. ഇവിടെ ഈ കോമ്പൗണ്ട്. അപ്പോൾ ഇതിന് 5 കോർഡിനേറ്റ് ആയതുകൊണ്ട് ഇവിടെ ഇൻവേർഷൻ, അതിൽ നിന്ന് തിരിച്ച് പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ ഇവിടെ കോൺഫിഗറേഷൻ ഇൻവേർഷൻ നടക്കും. അതിൻ്റെ കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് ഒറിജിനൽ കോമ്പൗണ്ട് ഇരുന്ന എക്സ് എങ്കിൽ തിരിച്ച് ഇങ്ങനെയാവും വൈ. ഇതാണ് കോൺഫിഗറേഷൻ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ കോൺഫിഗറേഷൻ റിട്ടൻഷനാണ്. എക്സ് എങ്ങനെയാണോ ഇരുന്നത് പ്രോഡക്റ്റ് വരുമ്പോൾ അതേ ഫോമിൽ തന്നെയായിരിക്കും വൈ ഇരിക്കുന്നത്. സോ ഇവിടെ റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷനാണ്. ഇത്രയും കാര്യങ്ങളാണ് SN1 റിയാക്ഷനെ കുറിച്ചും SN2 റിയാക്ഷൻ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദിസ് ഈസ് ഗിവൺ ബൈ ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്. ഇതെന്ന് പറയുന്നത് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്, അതായത് CH3CH2Cl. ഇവിടെയാണെങ്കിൽ CH3 ത്രൈസ് CCl. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, CH3 ട്വൈസ് CHCl എന്താണ്? നമുക്ക് ഇത് രണ്ടിനും ഈക്വൽ പ്രോബബിലിറ്റിയാണ്. ഇതിന് SN1ഉം SN2ഉം ഒരുപോലെ സാധ്യതയുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ SN1ഉം SN2 റിയാക്ഷനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഇവിടെ കഴിയുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.